വലിയ ഒരു അമിട്ടിന് തീ കൊളുത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രശാന്ത് ബ്രോ, കളക്ടർ ബ്രോ, IAS. ഇന്നലെ ചാനൽ ചർച്ചയിൽ അദ്ദേഹം കൊളുത്തിവിട്ട ഒരു തീപ്പൊരിയെന്നല്ല, ഒരു അമിട്ട് തന്നെയാണ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത്. കാരണം ഭരണം മാറാൻ പോവാണ്. സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇപ്പോൾ ഉടനെ സുപ്രധാന കേന്ദ്രങ്ങൾ തീ ഇടിവെട്ടേക്കും, അതല്ലെങ്കിൽ അത്ഭുത തീപിടുത്തം ഉണ്ടാകും. അതായത് സ്വർണ്ണക്കൊള്ള സമയത്ത് നമ്മുടെ സ്വപ്ന സുരേഷ് അവിടെ വന്നതിൻ്റെ രേഖകൾ പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായിരുന്നതെല്ലാം പെട്ടെന്ന് കത്തിപ്പോയി. എല്ലാ ഇടിവെട്ടിലും കത്തി നശിച്ചു പോകും. ഇപ്പോൾ ഇന്നലത്തെ ഇലക്ഷൻ വരെ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ അങ്ങനെ അല്ല, ആകത്തില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ മനസ്സിലായതിനെ തുടർന്ന് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് തൊട്ട് 15-ാം തീയതി വരെ ഫയലിംഗ് ഇല്ല. അവിടെ എന്തോ അറ്റകുറ്റപ്പണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതറിയാം, ഭരണം പോകാൻ നേരത്തെ അറ്റകുറ്റപ്പണി. അപ്പം പ്രശാന്ത് അത് മുൻകൂട്ടി കണ്ട് പറയുകയാണ്, ഏത് നിമിഷവും സെക്രട്ടേറിയറ്റിലെ വിഭാഗങ്ങളിൽ തീപിടുത്തം ഉണ്ടാവാം, ഇടിവെട്ടേക്കാം, ഇടിയില്ലാതെ ഇടിവെട്ടും. കാരണം നമുക്കറിയാം CPM-നൊരു പാരമ്പര്യവും ഒരു ഐഡൻറ്റിറ്റിയും ചില തനിക്കുണങ്ങളെന്ന് നാടൻ ഭാഷ പറഞ്ഞാലുണ്ട്. അതായത് അത് നമ്മൾ പണ്ട് കുമാരപിള്ള സഖാവ് പറഞ്ഞ പോലെ, കുമാരപിള്ള സാർ ഇല്ലേ, സന്ദേശത്തിലെ അദ്ദേഹം പറഞ്ഞതുപോലെ എന്ത് ചെറ്റത്തരവും ഇവർ കാണിക്കും. അതാണ് ഇതിൻ്റെ പച്ച മലയാളം. പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് ചെറ്റത്തരവും ഇവർ കാണിക്കും. ഇവരുടെ കയ്യിലുള്ള അഴിമതിയും ഇവരുടെ കയ്യിലുള്ള തരികട മുഴുവൻ മൂടി വെക്കാൻ വേണ്ടി അതാണല്ലോ അന്ന് കാണിച്ചത്. അങ്ങനെ പിടിക്കപ്പെടില്ല, ഞങ്ങൾക്ക് തന്നെ ഭരണം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ തരികട മുഴുവൻ കാണിച്ചത്. പക്ഷേ അവസാന നിമിഷമാണ് ഇപ്പം ഇവർ അങ്ങനെ അല്ല എന്നുള്ള മഹാസത്യം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒന്ന് ഈ ചീഫ് സെക്രട്ടറി തന്നെയാണ്. ഒരുപാട് അഴിമതികളും ക്രമരഹിതമായ നടപടിക്രമങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ഇതെല്ലാം കൃത്യങ്ങളിൽ അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ എഴുതി വിടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ സർക്കാരിനെതിരെ പരമാർത്ഥം പച്ചയായിട്ട് സത്യം പച്ചയായിട്ട് പറയുന്ന IAS ഉദ്യോഗസ്ഥരാണ് പ്രശാന്തും ഡോക്ടർ ബി അശോകും. അപ്പം ഇവർ രണ്ടുപേരും ഇപ്പം ചാനൽ ചർച്ചകളിലും പങ്കെടുക്കും. അത് വലിയ രസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർവീസിലിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? സർവീസിലാണ്. അപ്പം ഇതേപോലെ ഇവർക്കെതിരെ പ്രതികരിച്ച ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ ഉമേഷ് വള്ളിക്കുന്നിനെ തക്കിടതരിയുടെ പറഞ്ഞ് ഇവർ പലവിധ കാരണങ്ങൾ നിരത്തി അയാളെ ഇറക്കി വിട്ടു. എന്തു പറ്റി? അയാളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. എന്നാൽ ഇതേ പിണറായി സർക്കാർ തന്നെ ക്രിമിനൽസിനെ സർവീസിനെ ടെർമിനേറ്റ് ചെയ്ത മുഴുവൻ ക്രിമിനൽസിനെയും തിരികെ പ്രതിഷ്ഠിച്ചു. ഹൗസിംഗ് ബോർഡിൽ ശ്രമം നടക്കുന്നുണ്ട്. അതെ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം അശോകും പ്രശാന്തും രണ്ടുപേരും നട്ടലുള്ള രണ്ട് IAS ഉദ്യോഗസ്ഥരാണ്. അവർ സർക്കാരിൻ്റെ തരികിടയും ക്രമക്കേടും അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരെയും അവർ മാറ്റി നിർത്തി. സെൻകുമാറിനെ വേട്ടയാടിയിട്ട് അദ്ദേഹം കോടതി പോയി വിജയശ്രീ തിരിച്ചു വന്നില്ലേ? അവരെല്ലാം കാറ്റിലും അതുപോലെ സുപ്രീം കോടതി വരെ പോയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായി ഭരണമാറ്റം. ഇനി എന്ത് സംഭവിക്കാം, വേണേ ഇവർ സെക്രട്ടേറിയറ്റ് മൊത്തം കത്തിക്കും. അതിനുള്ള ദൗത്യം അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടെ ഒരുപക്ഷെ അവർ നശിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റാനുള്ള സാധ്യത ക്ലിഫ് ഹൗസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളാണ്. അവിടെ എങ്ങാണ്ട് പശുത്തൊഴുത്തിൽ സംഗീതം ഇടാനുള്ള സംവിധാനം ഉണ്ടെന്ന്, വേറെ എന്തൊക്കെ ഒരുപാട് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ഈ പശുത്തൊഴുത്തിൽ ചിലപ്പോൾ ഈ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടായിരിക്കും പാവം പുഷ്പൻ. അപ്പോൾ ഈ നേരത്തെ ഫയൽ കത്തിച്ചാൽ മതിയായിരുന്നു, അല്ലെ ഫയൽ കാണാതെ വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ എല്ലാം ഫയലിംഗ് ആയതുകൊണ്ടും എല്ലാം ഡിജിറ്റൽ ആക്കിയത് കൊണ്ടും ഇതിന് ചെയ്യാവുന്നത് ഇതിൻ്റെ സെർവറുകൾ നശിപ്പിക്കുക എന്നുള്ളത്. ഈ സെർവറുകൾ ഒരു കാരണവശാലും അങ്ങനെ സാധാരണ രീതിയിലൊന്നും നശിക്കുകയില്ല, അതിന് തീപിടുത്തം തന്നെ വേണ്ടി വരും. അതിന് കുഴപ്പമില്ല. അവർ സർക്കാർ ടെൻഷൻ അടിക്കണമല്ലോ. സീഡിറ്റിലെ വിദഗ്ധന്മാരുണ്ടല്ലോ, പാർട്ടി അംഗങ്ങളാണല്ലോ, സീഡിറ്റിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പാർട്ടിക്കാരാണല്ലോ. അവർ വിളിച്ചോണ്ട് വന്നാൽ മതി, അവർ ശരിയായി കൊടുക്കും. ഇത് എപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് കേട്ടോ അത് പറയും. പണ്ട് നമ്മുടെ നടൻ സുകുമാരൻ KSFDC ചെയർമാനായിരുന്ന കാലത്ത് അദ്ദേഹം സീഡിറ്റിനെ കൊണ്ട് ഡയറക്ടറുടെ ചെയർമാൻ്റെ ചുമതല KSFDC ചെയർമാനായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം UDF ഭരിക്കുമ്പോൾ KK മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ചെയർമാനായത്. അദ്ദേഹം അന്ന് പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു സംശയം. കേരളത്തിൽ സിനിമയെക്കുറിച്ചും ഈ ടെലിവിഷനെ കുറിച്ചും അറിയാവുന്ന ആൾ മുഴുവൻ തിങ്ങി പാർക്കുന്നത് കടകംപള്ളി വില്ലേജിലാണോ? ജീവനക്കാർ മുഴുവൻ അവിടുത്തെ സീഡിറ്റിൽ. അത് പക്ഷേ ഇതുള്ളത് കൊണ്ടല്ലോ. അവിടെ ടെക്നോ പാർക്ക് എവിടെയാ? അല്ല, ടെക്നോ പാർക്ക് അല്ല, സീഡിറ്റ് ആണ്. അവിടെ പിന്നെ എല്ലാം പാർട്ടി നിയമനമാണ്. എല്ലാം ഇവരെ പാർട്ടി നിയമനമാണ്.
അപ്പം യു ഇതിനകത്ത് ഡി എഫ് ഭരിക്കാൻ വന്നാൽ ഇങ്ങനെ അനധികൃതമായി നിയമിച്ചവരെ പിരിച്ചു വിടുകയില്ല. അല്ല, ഇപ്പൊ ഈ സെർവറുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ. സെർവറുകൾ നശിപ്പിക്കുക അത്ര ഈസി ആയ ഒരു പരിപാടിയല്ല. അതെ. പിന്നെ ഇവർ ഫയലുകൾ കഴിവതും റിമൂവ് ചെയ്യാനും അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കാനുമുള്ള ശ്രമമായിരിക്കും. ഹാർഡ് ഡിസ്കുകളൊക്കെ ചിലപ്പോൾ അടിച്ചു മാറ്റാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഈ പിന്നെ എന്താ ഈ പറയുന്ന ഡിജിറ്റൽ സംവിധാനത്തിൽ അറ്റകുറ്റപ്പണിയാണെന്നും പറഞ്ഞ് 15 തീയതി വരെ ഇവർ ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നാണ് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഒന്നാലോചിച്ചാണ് ഇന്നിപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞു, നാളെ ശനിയാഴ്ചയാണ്, അതിനുശേഷം സെക്കൻഡ് സാറ്റർഡേ ആണ്, ഞായർ, തിങ്കളാഴ്ച മാത്രമാണ് ഒരു വർക്കിംഗ് ഡേ ഉള്ളത്. പിന്നെ അംബേദ്കർ ജയന്തിയാന്ന് തോന്നുന്നു, 15 തീയതി വിഷുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ആകെ വരുന്ന ഒരു വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഈ തിങ്കളാഴ്ചയാണ്, 13 തീയതിയാണ്. അപ്പം ആ ഒരു ദിവസം കൂടെ എടുത്തുകൊണ്ട് ഈ 15 വരെ ഈ ഒറ്റ ആഴ്ച കൊണ്ട് ഇത് നശിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. നല്ല സ്കോപ്പാണ്. എത്ര സമയമുണ്ടല്ലോ, അവധി കിടക്കയില്ലേ? കാരണം ഒത്തിരി കിടപ്പുണ്ട്. ചീഫ്സ് പിന്നെ ഇവിടെ നിന്ന് വിരമിച്ചു പോയ ഉദ്യോഗസ്ഥരെ എല്ലാം വൻ ശമ്പളം കൊടുത്തു 6-7 ലക്ഷം രൂപ കൊടുത്താണ് ഈ എന്താ നമ്മുടെ ബെഹ്റ, അതുപോലെ ഈ വി പി ജോയ് അദ്ദേഹത്തിനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CMD-മാരെ ചെയർമാൻ MD ഒക്കെ നിയമിക്കുന്ന ഒരു സമിതി ഉണ്ടാക്കി അതിന്റെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ DGP-മാരെല്ലാം റിട്ടയർ ആയാലും അവർക്ക് ഇവർ നീട്ടിക്കൊടുക്കുകയാണ്. എന്താ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ്. ഈ പിന്നെ ബെഹ്റയ്ക്ക് ശേഷം വന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെയും കാലാവധി നീട്ടിക്കൊടുത്തു. മാത്രമല്ല കുറെ പേര് കാലാവധി നീട്ടിക്കൊടുക്കും, കുറെ പേർക്ക് പുതിയ പദവിയും കൊടുക്കും. പുതിയ പദവി ഇവർക്കെല്ലാം ഇവർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ പ്രത്യുപകാരങ്ങൾ. ഇപ്പൊ ഇരിക്കുന്ന ഇദ്ദേഹം ഉടനെ റിട്ടയർ ആകുമല്ലേ? അതെ അല്ലെ, അതോ റിട്ടയർ ആയിട്ട് അദ്ദേഹത്തിനും. പക്ഷേ ഇനി പുതിയ UDF സർക്കാർ വരുമ്പോൾ അവർ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അവർ നീട്ടി കൊടുത്തില്ലെങ്കിലോ എന്ന് കരുതി. പക്ഷേ ഇവർക്ക് ഒരു ഭയമുള്ളത്, ഇവർക്ക് ഒരു കാര്യമുള്ളത്, ഇത്തരം ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു പ്രത്യേകത, ഇവർ ഭരണം മാറി കഴിഞ്ഞാൽ അടുത്ത ചെന്ന് അവൻ്റെ കാലിൽ വീഴുന്ന കെട്ടിപ്പിടിക്കും. അതെ, മാപ്പേ എന്ന് പറയും. ഞാൻ പണ്ട് മറ്റോ എന്നെ വരട്ടിയാണ്, പിണറായി എന്നെ കണ്ണുവിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണെന്ന് പറയുമ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാർ ശരിയാണ്, ഇവൻ നമ്മുടെ ആളായിരുന്നല്ലേ എന്ന് പറഞ്ഞ് തുറന്നോളാൻ പറയും. ഇതൊരു അനുഭവമാണ്. ഇവരുടെ ഭയം എന്താണെന്ന് അറിയാം. ഇത് ഭരണം മാറി മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശൻ വന്നാൽ ഇവരുടെ കാര്യം പോക്കാം. ചെന്നിത്തലയൊക്കെയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. പക്ഷെ VD സതീശൻ അങ്ങനെയല്ല. VD സതീശൻ ശരിക്കും അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം പൊങ്ങി വരും. ലിസ്റ്റ് വെച്ച് ഇപ്പം അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെടും. അതെ, അവരൊക്കെ സർവീസിൽ നല്ല പോസ്റ്റ് വരും. ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് B അശോകനെ കൂടെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കട്ടയും പടവും മടങ്ങും. ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ വെളിയിൽ വരും. പിന്നെ രാജു നാരായണസ്വാമിയെ പോലെയുള്ളവർ പുറത്ത് നിൽക്കുന്നുണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. എത്ര ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കളഞ്ഞ് ഒന്നുമില്ലാതാക്കിയത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സിവിൽ സർവീസിൽ IAS IPS ആരൊക്കെ തന്നെ ഈ രാഷ്ട്രീയക്കാരനെ ഒട്ടി ചേർന്ന് നിന്ന് അവർ തൊഴുത് പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. മലയാറ്റൂരിൻ്റെ യന്ത്രം നോവൽ വായിച്ചിട്ടുണ്ടോ? നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ധാരണയുണ്ട് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഈ രാഷ്ട്രീയക്കാരെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ വഴിവിട്ട ഇടപാടുകളാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇവരുടെ പിൻവാതിൽ നിയമനം. അതെ, പിന്നെ 2 പോലീസ് 2 പേരെ എടുത്തു വെച്ചു, 2 ബോഡി ബിൽഡർ, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത 2 പേരെ എടുത്തു വെച്ചു. പിന്നെ PSCയുടെ വഴിയുള്ള PSC ലിസ്റ്റ് നിൽക്കുക പിൻവാതിൽ വഴിയുള്ള നിയമനം. PSC പരീക്ഷ തട്ടിപ്പടത്തിയ അവന്മാരെ പിടിച്ചിട്ട് അവന്മാരെ എന്ത് ചെയ്തു? അപ്പൊ ഇവര് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, ഇവര് അനധികൃതമായി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവുകൾ. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഹൗസിംഗ് ബോർഡിലെ തന്നെ, ഹൗസിംഗ് ബോർഡിൽ വെള്ളമടിച്ചിട്ട് സ്ത്രീകളോട് അപമര്യാദ പെരുമാറിയ പേരിലാണ് ഒരു തന്നെ പിരിച്ചുവിട്ടത്. അതെ, അവനെ നിർബന്ധിത വിരമിക്കലിനാണ് പറഞ്ഞത്. അവനെ ഡിസ്മിസ് ചെയ്യേണ്ടതാണ്, അയാളെ ടെർമിനേറ്റ് ചെയ്യേണ്ടതാണ്. അയാളെ ടെർമിനേറ്റ് ചെയ്യേണ്ടതിന് പകരം അയാളെ പിന്നെ നിർബന്ധിത വിരമിക്കൽ വെച്ചു. അതെ, അയാളെ നിർബന്ധിത വിരമിക്കലല്ല, ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്കെതിരെ കേസ് വരും. കാരണം പോഷ് ആക്ട് പ്രകാരമുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റിലാകും. അപ്പോൾ അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇവർ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം ഇയാളെ നിർബന്ധിത വിരമിക്കൽ കൊടുക്കുന്നു. വിരമിക്കൽ കൊടുത്തതിന് ശേഷം പിന്നീട് നിയമാനുസൃതം മുഖ്യമന്ത്രിയുടെ CM പോർട്ടലിലേക്ക് ഒരു പരാതി കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് ചില നിയമത്തിൻ്റെ നൂലാമാലകൾ തെറ്റായി വ്യാഖ്യാനം ചെയ്ത് ഇയാളെ തിരിച്ചെടുക്കാൻ പറഞ്ഞ് ഇങ്ങോട്ടൊരു ഉത്തരവ്. ഇയാൾ CPIക്കാരനാണ്, ഹൗസിംഗ് ബോർഡ് ഭരിക്കുന്നത്. ഹൗസിംഗ് ബോർഡ്, ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം CPIക്കാണ്. എന്തായാലും മൂട്ടിന് തീ പിടിച്ചു കഴിഞ്ഞു. പ്രശാന്ത് IAS അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടെ
VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സമീപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പരാതി കൊടുത്തു തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, കാരണം ഈ കാവൽ മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത്, ഇവർക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. അവർക്ക് വേണ്ടി ഇപ്പം നിലവിലുള്ള കാവൽ മന്ത്രിസഭ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താ ഇപ്പം അദ്ദേഹം കത്ത് കൊടുത്തിരിക്കുന്നത്, ഈ പരിപാടി ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം എന്ന് പറഞ്ഞാണ്. കാരണം ഇവരെന്ത് ക്രമക്കേടും എന്ത് കൃത്രിമത്വവും കാണിക്കും. ഇവർ വേണേൽ ഈ സെക്രട്ടേറിയറ്റിന് മാത്രമല്ല, അവിടെയുള്ള സകലമാന ഓഫീസുകൾക്കും അവർ തീവെക്കും. അവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ജില്ലാ കേന്ദ്രങ്ങളിലടക്കമുള്ള മിക്ക ഓഫീസുകളിലും തീപിടുത്തം ഉണ്ടാവും. കാരണം ഈ PSC ഓഫീസ് ഇത് ജില്ലകളിലാണ് ഇതിൻ്റെ ബേസിക് സംഗതി നടക്കുന്നതൊക്കെ തന്നെ. എല്ലായിടത്തും ഇത് സംഭവിക്കാം. അതുപോലെ പണമിടപാട് സ്ഥാപനം KSFE പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ. അവിടെ എല്ലാ ഇത്തരത്തിലുള്ള വൻ KFC, അവിടെ എല്ലാ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്. ഇതിപ്പോൾ വേനൽ മഴയുടെ സമയമോ ആ സമയത്ത് അത്യാവശ്യം ഇടിമിന്നലും ഉണ്ടാവും. ആ പേര് പറഞ്ഞാണ് ഇവർ ഇത് കത്തിക്കാനിരിക്കുന്നത്. പക്ഷേ ഇപ്പം മഴയും ഇടിയും മിന്നലും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവർ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. പിന്നെ പെട്രോൾ ഒഴിച്ച് തീ വെച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. CPM ആണ് എന്ത് കാണിക്കും. മുമ്പേ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ പിണറായിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ എന്ത് ചെറ്റത്തരവും കാണിക്കും. ആ ചെറ്റത്തരം കാണിക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബുദ്ധിയുള്ള IAS ഉദ്യോഗസ്ഥർ ഇതിനെ മുൻകൂർ ഈ കാര്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇതോടെ സർക്കാർ പെട്ടിട്ടുണ്ട്. അതെ, ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇനി ഇത് കത്തിക്കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമാർ കത്തിച്ചതാണ്. പക്ഷേ ഉളുപ്പെന്നുള്ള സാധനമില്ല. അതിനവരെന്ത് പണിയും കാണിക്കും. അവർ താത്വികമായി വിലയിരുത്തും. ഇത് തീപിടുത്തം എങ്ങനെ ഉണ്ടായത്, അത് ആകാശത്ത് ഗോതമ്പക്ഷ വെച്ചാൽ പറഞ്ഞു തരും. ഈ ഇടിമിന്നലുകൾ എങ്ങനെ ഉണ്ടാകുന്നു, തീപിടുത്തം ഉണ്ടാകും. അതുപോലെ മേഘങ്ങൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങളിലൂടെ കടന്നു എന്ന് താത്വികമായി നോക്കുന്നത് മനസ്സിലാവില്ല. എന്തായാലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് കാണിക്കാവുന്നതിൻ്റെ പരമാവധി കൊള്ളരുതാഴികൾ കാണിച്ചു കൂട്ടിയ ഒരു സർക്കാരാണ് ചവിട്ടി ജനം പുറത്താക്കാൻ പോകുന്നത്. അതുവരം ഇവർ കാണിച്ചു കൂട്ടിയ സകല കള്ളത്തരങ്ങളുടെയും തെളിവുകൾ കൂടി നശിപ്പിച്ചിട്ട് പോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. നമ്മൾ പൊതുസമൂഹം ഇതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല.